യമനികൾ മനസ്സിലാക്കിയതാണ്, തത്വജ്ഞാനം യമനികളുടേതാണ് എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ മൂസ അശ്അരി തങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു റാവി. മഹാനൂർ അഭിമാനത്തോടെ പറയുമായിരുന്നു ഇതൊക്കെ. യമനികളെ സംബന്ധിച്ച് പറയുന്ന, യമനികളുടെ ഫضل പറയുന്ന ഹദീസുകൾ അധികവും അബൂ മൂസ അശ്അരി തങ്ങളായിരിക്കും റിവായത്ത് ചെയ്തിട്ടുണ്ടായിരിക്കുക. സ്വഹാബിമാർ അബൂ മൂസ അശ്അരി തങ്ങളെ കാണാൻ വേണ്ടി ഇവർ യമനികൾ, യാ അബാ മൂസ, അബൂ മൂസ അശ്അരി അഖ്ബിർന, ഞങ്ങൾക്ക് നിങ്ങൾ ഖബർ റസൂലില്ലാഹി അനിൽ യമനിയീൻ, യമനികളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു തന്നാട്ടെ എന്ന് മഹാനവരോട് ചോദിച്ചു പഠിക്കുമായിരുന്നു നാം. ഈ പറയുന്ന ഹദീസ് സ്വഹാബിമാരെ സംബന്ധിച്ച് നബി തങ്ങൾ അവരാരാണെന്ന് തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വല്ലൈനൽ മഗ്രിബ് മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളോടൊപ്പം ഞങ്ങൾ ഒരു ദിവസം മഗ്രിബ് നിസ്കരിച്ചു. ഹബീബായ തങ്ങൾ മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ അവർക്ക് ചില നസീഹത്തുകൾ നൽകുമായിരുന്നു, ചില ഉറുദികൾ, വഅദ്. അവിടെ ദിക്ർ ചൊല്ലും, ഹദീസുകൾ പറഞ്ഞു കൊടുക്കും. അപ്പം ഞങ്ങൾ പറഞ്ഞു, സുമ്മ ഖുൽനാ ലൗ ജലസ്നാ ഹത്താ നുസല്ലിയ മഅഹുൽ ഇശാ, ഇശാ നിസ്കാരം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഹബീബിൻ്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫജലസ്നാ ഫഖറജ അലൈനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നു. മഗ്രിബ് കഴിഞ്ഞ് ഒരൽപ്പം സദുപദേശങ്ങൾ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നു. തിരിച്ച് ഇശാഇൻ്റെ നേരം പള്ളിയിലേക്ക് വന്നപ്പോൾ സ്വഹാബിമാർ വലിയൊരു സംഘം അൽ മസ്ജിദുൻ നബവി, പുണ്യനബിയുടെ അൽ മസ്ജിദുൻ നബവിയിൽ അവരിയ്ക്കുകയാണ്. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ സിൽതും ഹാഹുനാ, അബൂ മൂസ നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നോ? ഖുൽനാ യാ റസൂലല്ലാഹി സ്വല്ലൈനാ മഅകൽ മഗ്രിബ്, അതേ നബിയെ ഞങ്ങൾ അങ്ങയുടെ കൂടെ മഗ്രിബ് നിസ്കരിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇശാ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ, അങ്ങയുടെ കൂടെ ഇശാവും നിസ്കരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, അഹ്സൻതും, നിങ്ങൾ നല്ലതാണ് ചെയ്തത്. അങ്ങനെ ഫറഫഅ റഅസഹു ഇലസ്സമാ, പുണ്യനബി ആകാശത്തേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഫകാന കസീറൻ മാ യർഫഉ റഅസഹു ഇലസ്സമാ, ഹബീബായ നബി തങ്ങൾ ഒരുപാട് സമയം പലപ്പോഴും പുണ്യനബി ആകാശത്തേക്ക് കണ്ണുയർത്തി നോക്കുന്നത് സ്വഹാബിമാർ കാണുന്നുണ്ട്. തങ്ങൾ ഏറ്റവും കൂടുതൽ ആകാശത്തേക്ക് നോക്കി ഇരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് രാത്രി സമയം ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അന്നുജൂമു അമനതുൽ ലിസ്സമാ, ആകാശലോകത്തിൻ്റെ സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്. അന്നുജൂമു അമനതുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ സംരക്ഷണമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിന് വ്യാഖ്യാനം കൊടുത്തത്, ആകാശത്തെ നക്ഷത്രങ്ങളെങ്ങാനും ഉതിർന്നു വീണാൽ ആകാശം എല്ലാം തകർന്നടിയും, അത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നക്ഷത്രങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ, ഖിയാമത്ത് നടന്നില്ല എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ആകാശത്തിൻ്റെ സംരക്ഷണം നക്ഷത്രങ്ങളുടെ ഈ സ്ഥാനങ്ങളിലുണ്ട് എന്ന് മഹാനായ ഇമാം നവവി തങ്ങൾ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. മാസിൽതും ഹാഹുന, ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നോ എന്ന് ചോദിച്ച്, അഹ്സൻതും, നിങ്ങൾ ചെയ്ത് നന്നായി. ഒരു ഇൻതിളാറു സ്വലാത്തി ബഅദ സ്വലാ, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരമാകുന്നവരെ പള്ളിയിൽ വിശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിസ്കാരത്തെ കാത്തിരിക്കുന്നത് ഒരു ഇബാദത്താണ്. പ്രത്യേകിച്ച് ഒന്നുകിൽ ദുഹർ അസറിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ മഗ്രിബ് ഇശാ. മഗ്രിബ് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോകുന്നില്ല, പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. ഖുർആൻ ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ടും ഔറാദുകളും വിർദുകളും ചൊല്ലിയിട്ടും അവിടെ ഇരിക്കുക ഇശാ വരെ. ദാലിക്കും ഒരു റിബാത്ത്, ഒരു രാജ്യത്തിൻ്റെ ബോർഡർ സംരക്ഷിക്കാൻ വേണ്ടി സൈന്യം ചെയ്യുന്ന കാത്തിരിപ്പ് പോലെ, ഉറക്കൊഴിഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ ബോർഡർ കാക്കാൻ വേണ്ടി സൈന്യം ചെയ്യുന്നതിന് റിബാത്തു എന്ന് പറയും. അത് ഭയങ്കര കൂലിയാണ്. അതുപോലത്തെ പ്രതിഫലം ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിസ്കാരം കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യുക അടുത്ത ബാങ്ക് കൊടുക്കുന്നവരെ. പ്രത്യേകിച്ച് ദുഹർ അസർ മഗ്രിബ് ഇശാ, അതായിരിക്കും അതിന് സൗകര്യം കൂടുതൽ. കാരണം ചെറിയ സമയം ആ രണ്ട് നിസ്കാരങ്ങൾക്കിടയിലാണ് കിട്ടുന്നത്, അല്ലേ? റിബാത്ത് ഭയങ്കര കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് അവിടെ നിന്ന് പറയുകയാണ്, അന്നുജൂമു അമനതുൽ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഅ മാ തുഅദ്.
നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ സംരക്ഷണമാണ്. നക്ഷത്രങ്ങളെങ്ങാനും മൺമറഞ്ഞു പോയാൽ, കാണാതെയായി പോയാൽ, നശിച്ചു പോയാൽ ആകാശലോകങ്ങൾക്ക് എന്താണോ കരാറ് ചെയ്യപ്പെട്ടത് അത് സംഭവിക്കും, ഖിയാമത്ത് സംഭവിക്കും. വഅന അമനതുൽ ലിഅസ്ഹാബി, എൻ്റെ സ്വഹാബിമാർക്ക് അഭയമാണ് ഞാൻ. അത് ഹബീബിൻ്റെ അധികാരമാണ്, തങ്ങൾക്കത് പറയാൻ പറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സ്വഹാബിമാർക്ക് അഭിമാനവും അവർക്ക് അവരുടെ അമാനും സംരക്ഷണവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, എൻ്റെ സ്വഹാബിമാർക്ക് ഞാൻ അഭയമാണ്. വഅന അമനതുൽ ലിഅസ്ഹാബി ഫഇദാ ദഹബതു അതാ അസ്ഹാബി മാ യുഅദൂൻ. ഞാനെങ്ങാനും വഫാത്തായി പോയാൽ എൻ്റെ സ്വഹാബിമാർക്ക് എന്താണോ വാഗ്ദത്തം ചെയ്യപ്പെട്ടത് അത് വരിക തന്നെ ചെയ്യും. അതായത് ഒരുപാട് ആളുകൾ മുർത്തദ്ദാകുന്നത്, ഒരുപാട് യുദ്ധങ്ങൾ, ഒരുപാട് ഫിത്നകൾ ഒക്കെ ഹബീബിൻ്റെ വഫാത്തിന് ശേഷമാണ് ഉണ്ടായത്. ഉമ്മത്തിൻ്റെ വലിയൊരു അഭയമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ ഉമ്മത്തിന് അല്ലാഹു സൃഷ്ടിച്ചു വെച്ചൊരു മതിലായിരുന്നു. ആ മതിൽ പൊളിഞ്ഞാൽ ഫിത്നകൾ സംഭവിക്കുന്നു. ശരിക്കും ഉമർ തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഖിലാഫത്തുർ റാഷിദിയുടെ കാലഘട്ടത്തിൽ വരെ ഖവാരിജുകളും മറ്റുമായി ഒരുപാട് ആളുകളുടെ ഉയർത്തെഴുന്നേൽപ്പെന്നല്ല, അവരുടെ വരവുണ്ടായത്, ഫിത്നകൾ ഉണ്ടായത്. തങ്ങൾ പറയാ, എൻ്റെ ഉമ്മത്തികൾക്ക് ഞാൻ അഭയമാണ്. ഫഇദാ ദഹബതു അതാ അസ്ഹാബി മാ യുഅദൂൻ. ഞാൻ ഇവിടുന്ന് പോയാൽ എൻ്റെ സ്വഹാബിമാർക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരാനുണ്ട്. വസ്ഹാബി അമനതുൽ ലിഉമ്മതി, എൻ്റെ ഉമ്മച്ചികൾക്ക്, എൻ്റെ അനുയായികൾക്ക് അഭയമാണ് സ്വഹാബിമാർ. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മതി മാ യുഅദൂൻ. എൻ്റെ സ്വഹാബിമാരെങ്ങാനും ഈ ഭൂമുഖത്ത് നിന്ന് ഓരോരുത്തരായി അവസാനത്തെ സ്വഹാബിയും ഈ ഭൂമുഖത്ത് നിന്ന് മൺമറഞ്ഞു പോയാൽ അതാ ഉമ്മതി മാ യുഅദൂൻ, എൻ്റെ ഉമ്മത്തികൾക്ക് വലിയ പ്രതിസന്ധികൾ അവരുടെ കാലശേഷം വരാനുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം എന്നവർ റിവായത്ത് ചെയ്ത ഹദീസാണിത്. സ്വഹാബിമാർ ഈ ഉമ്മത്തിൻ്റെ സംരക്ഷണമാണ്. ഏതുപോലെ ഹബീബ് ഉമ്മത്തികൾക്ക് സംരക്ഷണമാണ്. നുജൂം, നക്ഷത്രങ്ങൾ ആകാശലോകത്തിന് സംരക്ഷണമായ പോലെ. വഅന അമനതുൽ ലിഅസ്ഹാബി ഫഇദാ ദഹബതു അതാ അസ്ഹാബി മാ യുഅദൂൻ. ഫിത്നകളും യുദ്ധങ്ങളും അവിടെ സംഭവിക്കും. വഅസ്ഹാബി അമനതുൽ ലിഉമ്മതി, എൻ്റെ ഉമ്മത്തികളുടെ അഭയമാണ് എൻ്റെ സ്വഹാബിമാർ. അല്ലാത്ത വാക്കല്ലേ അത്. എൻ്റെ ഉമ്മത്തികളുടെ അഭയമാണ് എൻ്റെ സ്വഹാബിമാർ. ഫഇദാ ദഹബ അസ്ഹാബി, എൻ്റെ സ്വഹാബിമാർ. ആ വാക്ക് നോക്കൂ, എൻ്റെ സ്വഹാബിമാർ. മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും വിശ്വാസിയായിരിക്കെ ഹബീബിൻ്റെ കൂടെ നിന്നവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് നിന്നാൽ മതി, പിന്നെ എവിടേക്കെങ്കിലും പൊയ്ക്കോട്ടെ. ഒരു സെക്കൻഡ് ഹബീബിൻ്റെ മുമ്പിലെത്താൻ കാണണം നിർബന്ധമല്ല. കണ്ണ് കാണാത്ത സ്വഹാബിമാരുണ്ട്, തങ്ങൾക്ക് കാണൽ നിർബന്ധമല്ല, ഹബീബിൻ്റെ കൂടെയുണ്ടായിരിക്കണം. ആ സ്വഹാബിമാർ ഒരു നിമിഷം ഹബീബിനെ കാണുന്നതോടുകൂടെ അല്ലാഹു പരിശുദ്ധമായ ആ ഹബീബിൻ്റെ അദ്ദാത്തുശ്ശരീഫ, പരിശുദ്ധമായ ഷറഫാക്കപ്പെട്ട നഫ്സിൽ നിന്ന്, അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം ഹബീബിൻ്റെ ചുറ്റുവട്ടത്തുമുള്ളവർക്ക് ഹബീബ് വിതറുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ സ്വഹാബിമാർ അവർ ചെയ്തതിനേക്കാളും എത്ര വലിയ അമല് പിൻഗാമികൾ ചെയ്താലും, എൻ്റെ സ്വഹാബിമാരെക്കാൾ എത്രയോ വലിയ അമലുകൾ അവർക്ക് ശേഷം വരുന്നവർ ചെയ്താലും, എൻ്റെ സ്വഹാബിമാർ ചെയ്ത ഒരു ചെറിയ അമലിനോളം അത് എത്തുകയില്ല എന്ന് ഹബീബായ തങ്ങൾ തന്നെ പറയാൻ കാരണം അതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്തുമുണ്ട്, അങ്ങനെ മഹാൻ്റെ അഥറുണ്ട്. സ്വഹാബിമാരെക്കാളും എത്രയോ ഇബാദത്തുള്ള താബിഈങ്ങളുണ്ട്. എന്നാൽ താബിഈങ്ങളെ, ഉഹദ് മലയോളം വരുന്ന അമല് നിങ്ങൾ ചെയ്താലും സ്വഹാബിമാർ ചെയ്ത ഒരു ചെറിയ അമലിനോളം അതെത്തുകയില്ല. കാരണം സ്വഹാബിമാർക്ക് നബിതങ്ങളിൽ നിന്ന് കിട്ടിയ നൂറ്, അള്ളാഹു നിന്ന് കിട്ടിയ നൂറ്, ഹബീബായ നബിതങ്ങളുടെ കൂടെ നിൽക്കാൻ റബ്ബ് കടഞ്ഞെടുത്തവർ,
അവരെ പോലോത്തവർ ചരിത്രത്തിൽ മുമ്പ് വന്നിട്ടില്ല, അവരെ പോലോത്തവർ ഇനി ചരിത്രത്തിൽ വരികയുമില്ല. അവരാണ് അസ്ഹാബു റസൂലില്ലാഹ്, ഹവാരിയു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാ